ഓൺ ഗ്രിഡ് സിസ്റ്റം? ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സോളാർ പാനലിൽ മറ്റനുബന്ധ സാമഗ്രികളെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ സോളാർ പാനലാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ കറണ്ട് നമുക്ക് DC കറണ്ടാണ്. അത് ഇൻവെർട്ടറിലോട്ട് വന്നത് AC ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലോട്ട് ഉപയോഗിക്കാനായിട്ട് തരും. അതിന്റെ ഡയഗ്രാം ഞാൻ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഓൺ ഗ്രിഡ് ഡയഗ്രാം എന്ന് വെച്ചാൽ സോളാർ പാനൽ വെച്ചു, അത് DC കറണ്ട് ഉണ്ടാക്കുന്നത് ഡയറക്റ്റ് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലോട്ട് വന്നു, അവിടെ നിന്ന് ഇൻവെർട്ടറിലോട്ട് വന്നു. അതിന്റെ ശരിയായിട്ടുള്ള പേര് കൺവെർട്ടർ എന്നാണ്. ഇൻവെർട്ടർ അതിനെ കൺവേർട്ട് ചെയ്തു, അതിനുശേഷം ACDB ഇപ്പൊ AC ആയി. അപ്പോൾ ഓൾട്ടർനേറ്റീവ് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലോട്ട് വന്നു, അവിടെ നിന്നും ഒരു മീറ്ററിലോട്ട് കൊടുക്കും. അത് എത്ര യൂണിറ്റ് കറണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരും. അവിടുത്തെ മെയിൻ സ്വിച്ചിലോട്ട് വരും. മെയിൻ സ്വിച്ചിൽ നിന്നൊരു നമ്മുടെ വീട്ടിലൊരു ഫ്യൂസ് കാരിയർ ഉണ്ട്. അതായത് ബില്ലടച്ചില്ലെങ്കിൽ KCB ഉള്ളിൽ കൊണ്ടുപോകുന്ന സാധനം അല്ലേ, കട്ടൗട്ട് എന്ന് പറയും, അതിലോട്ട് വന്നു. അറ്റ് ദ സെയിം ടൈം നമ്മുടെ KCB കറണ്ട് തരുന്നുണ്ട്. അവിടെ KCB വന്നു, നമ്മുടെ മീറ്റർ ഉണ്ടല്ലോ, ആ മീറ്റർ എടുത്ത് കൊണ്ടുപോകും. സോളാർ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് മീറ്റർ വെക്കും. കാരണം നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന മീറ്റർ KCB എത്ര എടുത്തു എന്ന് അറിയാനുള്ള ഒരു മീറ്ററാണ്. പക്ഷെ ഇനി മുതൽ അത് പറ്റില്ല. നമ്മൾ KCB എത്ര എടുത്തു തിരിച്ചെത്ര അങ്ങോട്ട് കൊടുക്കുന്നത് അത് രേഖപ്പെടുത്തുന്ന മീറ്ററാണ്. ബൈ ഡയറക്ഷൻ മീറ്ററാണ്. അത് വെക്കും. അതിന് ഈ ഫ്യൂസിലേക്ക് തന്നെ കണക്ട് ചെയ്തില്ല, ഫ്യൂസ് ചെയ്ത് പോകുന്ന നമ്മുടെ വീട്ടിലോട്ടാണ്. അപ്പൊ ഒരേ സമയം നമ്മുടെ വീട്ടില് എത്ര കറണ്ട് ഉണ്ട്? ഇപ്പോ നമ്മുടെ വീട്ടിൽ എത്ര കറണ്ട് ഉണ്ട്? 2 കറണ്ട് ഉണ്ട്. ഇതിൽ ഏത് കറണ്ടാണ് വീട് എടുക്കുക? എന്താ കാര്യം? രണ്ടുപേരും കറണ്ട് തരുന്നുണ്ട്, അതിന് സോളാർ എടുക്കുള്ളൂ. അതിന്റെ കാരണം എന്താ? വളരെ സിമ്പിൾ അല്ലേ? KCB തരുന്ന വോൾട്ട് എത്രയാ? 200. എന്നാൽ നമ്മുടെ സോളാർ പാനൽ തരുന്ന കറണ്ട് എത്രയാ? 264 അല്ലേ? ഏതാ പവർ കൂടുതലേ? സോളാർ. അപ്പൊ സോളാർ ഇടിച്ചു കയറിയിട്ട് പോകും. അപ്പൊ നമ്മുടെ കൂടുതലിരിക്കുന്ന ഏറ്റവും നല്ല ശക്തിമാനായിട്ടുള്ള ഒരാളാണ്, വണ്ണമുള്ള ഒരാളാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഏറ്റവും വണ്ണം കുറഞ്ഞ ആളാണ് സാറ് ഇരിക്കുന്നത്. സാറും അദ്ദേഹം കൂടി പിടിച്ച് ആരെ ജയിക്കുക? അദ്ദേഹത്തിന് ജയിക്കുള്ളൂ അല്ലെ? ആരോഗ്യത്തിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ ഇവിടുത്തെ ശക്തിമാൻ ആരാ? ഇവനാണ്. ഇവൻ ഇടിച്ചു കയറി ഞങ്ങൾ പോകും. ഇവരോട് പറയുന്നത് സൈഡിലേക്ക് മാറ്റിക്കാൻ പറയും. ഇവർ ഇടിച്ചു കയറി വീട്ടിൽ പോകും. നമ്മുടെ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞാലോ നേരെ ഇവരോട് സൈഡ് മാറിക്കാൻ പറഞ്ഞിട്ട് നേരെ കയ്യിൽ കയറി ഗ്രിഡിലോട്ട് പോകും. അപ്പൊ ഗ്രിഡിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനം കൂടിയാണ് നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നേരെ KCB സബ്സ്റ്റേഷനിലേക്ക് എത്തൂല. തൊട്ടപ്പുറത്തെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സോളാർ അവന്റെ വീട്ടിലോട്ട് ഇറങ്ങും, നമ്മൾ ഉണ്ടാക്കിയ കറണ്ട്. എന്നിട്ട് അവന് KCB മാത്രമേ ഉള്ളൂ എങ്കിൽ അത് KCB കൊടുത്ത പോലെ അത് 8 രൂപ അവന്റെ ഇത് മേടിക്കും. നമുക്ക് എത്രയും തരാം? ഒരു യൂണിറ്റിന് 3 രൂപ 15 പൈസ. കച്ചവടം മനസ്സിലായോ? ഇതാണ് കച്ചവടം. KCBക്ക് എന്തെങ്കിലും ലാഭമില്ല ഉണ്ടാവില്ല. ഈ കച്ചവടത്തിന് ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ സോളാർ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് KCBക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ? ലാഭമുണ്ട് അല്ലേ? ഇപ്പോ സത്യം പറയുകയാണെങ്കിൽ പകൽ സമയത്താണ് സോളാർ ഉണ്ടാക്കുന്നത് അല്ലെ? എന്താ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടാ? രാത്രിയിലാണ്. അതൊരു കോൺട്രഡിക്ഷൻ ആയിരുന്നു അല്ലെ? ഒരു പ്രശ്നമായിരുന്നു. ഇപ്പൊ അതിനുള്ള പരിഹാരങ്ങൾ ആയിക്കഴിഞ്ഞു. സോളാറുകാരോട് അതിന് ചെറിയ പുച്ഛമായിരുന്നു KCBക്കൊക്കെ. പക്ഷെ ഇപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റ് കാര്യം മനസ്സിലായി. ഇപ്പൊ റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പൊ ശുപാർശ ചെയ്തിരിക്കുന്നതെന്നറിയോ? പകലുണ്ടാക്കുന്ന സോളാർ വൈദ്യുതി ശേഖരിച്ച് വെക്കാൻ ശുപാർശ കൊടുത്തിരിക്കുക. 500 കോടി ഇൻവെസ്റ്റ്മെന്റില് അതിന് ബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിട്ടു. ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക, വൈകുന്നേരം എടുത്ത് തരാൻ വേണ്ടി. നേരിട്ട് അപ്പൊ സോളാർ ഉപഭോക്താക്കൾക്ക് വീണ്ടും വിലയും. മനസ്സിലായി പറഞ്ഞത്? എന്തോ KCB ആണ് സ്റ്റോർ ചെയ്യുന്നത്. രാത്രി നമ്മളിപ്പോ ലൈനിൽ കറണ്ട് തന്നില്ലേ, അതുപോലെ അതിന് എടുത്ത് തരും. വലിയ സ്റ്റോറേജ് സിസ്റ്റം ആയിരിക്കും. കാരണം 500 കോടിയോളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയെന്ന് പറയും. ക്ലിയറായോ? ഇതാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനെ അത്രയും നോക്കാനുള്ളൂ. നിങ്ങളുടെ വീട്ടില് എത്രയാണോ കറണ്ട് ഉപയോഗിക്കുന്നത് അതിന് അത്രയും ഉണ്ടാക്കിക്കുന്ന ഒരു സിസ്റ്റം വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾ 300 യൂണിറ്റ് എടുക്കണം, 300 യൂണിറ്റ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എനർജി ചാർജ് 0. കറണ്ട് ബില്ല് 0 ഒന്നും പറയരുത്. കാരണം അതിൽ കുറച്ച് ചാർജുകളുണ്ട്. ഫിക്സഡ് ചാർജ്, സെസ്, സാധനങ്ങൾ മേടിക്കുമ്പോഴായിരുന്നു. അതൊന്നും മാറില്ല കേട്ടോ. കാരണം അവരില്ല അതിനൊക്കെ വലിച്ച് നിങ്ങൾക്ക് കറണ്ട് തരാനുള്ള സാധനം ഉണ്ട്. അതിന് എല്ലാ മാസങ്ങളും മേടിച്ചുകൊണ്ടിരിക്കും. ഫിക്സഡ് ചാർജ്, സെസ് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കും. സെസ് മേടിക്കും. അത് വേറെ സാധനമായിരുന്നു. മറ്റേ വൈദ്യുതി ഉണ്ടാക്കുന്നതിനുള്ള ചാർജായിരുന്നു. അത് മാറ്റിയത്. ഇനി വേറൊരു സംഗതി എന്താ വെച്ചാൽ എല്ലാ മാസം മീറ്റർ വാടക മേടിക്കും.
ആക്ച്വലി ഈ മീറ്റർ മേടിച്ചു കൊടുത്താരാ? എന്നിട്ട് നിങ്ങൾ എന്ത് മീറ്റർ വാടക മേടിക്കും. പക്ഷെ സോളാർ വന്നപ്പോൾ മാറി. സോളാർ വന്നു കഴിഞ്ഞപ്പോൾ മീറ്റർ നമ്മളാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. KCB വേണമെങ്കിൽ കൊടുക്കാം, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ KCB കൊടുത്ത വാടക തുടർന്ന് കണ്ടിന്യൂ ചെയ്യും. അല്ല നമ്മളാ മേടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ വാടക എടുക്കൂല. ഇതാലും വാടക കൊടുക്കണ്ടേ? അപ്പൊ പല പല സോളാർ കമ്പനികൾ പല പല റേറ്റുകൾ പറയുമ്പോൾ ചോദിക്കണം മീറ്റർ ഉണ്ടോ? ഇല്ല, മീറ്റർ KCB തരും. അപ്പൊ അവിടെ ഒരു 5000 പറഞ്ഞു. മനസ്സിലായി പറഞ്ഞാൽ. അപ്പൊ നമ്മളോ ഇൻക്ലൂഡിംഗ് മീറ്ററാണ് കൊടുക്കുന്നത്. 3 ഫേസ് ആയിക്കോട്ടെ, സിംഗിൾ ഫേസ് ആയിക്കോട്ടെ, ഇൻക്ലൂഡിംഗ് മീറ്ററാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാല് KCB പലപ്പോഴും മീറ്റർ സ്റ്റോക്ക് ഉണ്ടാവാറില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചില്ലേ, 1 മാസത്തിനുള്ളിൽ മീറ്റർ കൊടുക്കാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ 3 മാസമായിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നത്. പിന്നെ 1 മാസമായി. ഇപ്പൊ പുതിയ ടെൻഡർ കൊടുത്തിട്ടുണ്ട്. ടെൻഡർ കൊടുത്ത് സാധനം വരും. അത് കഴിഞ്ഞാലോ അടുത്ത ടെൻഡർ ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ട് ടെൻഡർ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും നാള് എല്ലാം കഴിഞ്ഞു. മീറ്റർ വെക്കാത്തവർ മാത്രം കണക്ഷൻ ചാലു ഓർഡർ കിടക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ പണി കഴിഞ്ഞാൽ വർക്ക് കമ്പനിയിൽ കൊണ്ടുപോകുമ്പോൾ മീറ്റർ KCB കൊണ്ട് കൊടുക്കും. അപ്പൊ തന്നെ പിറ്റേ ദിവസം ലൈൻ മാൻ വന്നിട്ട് ആ മീറ്റർ കൊണ്ടുപോകും. നമ്മുടെ വീട്ടിൽ നമുക്ക് കണക്ഷൻ ആയി. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളൊരു സ്ഥലത്ത് വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു കമ്പനിക്കാരൻ 2 മാസം ഇതുവരെ കറണ്ട് കണക്ഷൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ചോദ്യം കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം എന്താ, അവര് KCB മീറ്റർ കിട്ടും. അവര് കഴിഞ്ഞു, അവർ പണി കഴിഞ്ഞു, KCB തരട്ടെ എന്ന് പറഞ്ഞു. KCB ഒരു സ്റ്റോക്ക് ഇല്ല. എന്ത് ചെയ്യും? അയാൾക്ക് കണക്ഷൻ കിട്ടില്ല, സോളാർ കണക്ഷൻ കിട്ടില്ല. അപ്പൊ അത്തരം ഒരു പരിപാടി നമ്മൾക്ക് ഉണ്ടാവില്ല. നമ്മൾ ഇൻക്ലൂഡിങ്